ഈ റിപ്പോർട്ട് ഒരു അഞ്ച് വർഷം മുമ്പ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്റെ ജീവിതത്തിൽ ഇന്നിപ്പം നടന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും നടക്കില്ലായിരുന്നു. മമ്മൂക്ക തന്നിരിക്കുന്ന ചില കമ്മിറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഫാമിലിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. താങ്കളുടെ വൈഫ് മമ്മൂട്ടി നായകനായ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു നിങ്ങൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സംവിധായകയായിട്ട് നിന്റെ പടത്തിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ, അഭിനയിക്കാൻ പറ്റും. അല്ലെങ്കിൽ മമ്മൂട്ടി ഇപ്പൊ ചിത്രത്തിൽ മമ്മൂട്ടി അറിയാതെ ഒരു കാര്യം ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റില്ല. ഒരു ഭർത്താവും ഇഷ്ടപ്പെടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് വരെ എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് തമ്മിലുള്ള വേറെ മറ്റ് പല കണക്ഷൻസ് വല്ലതുണ്ടോ, ഇതൊക്കെയാണ് എന്നെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം അത് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. CPM-ന്റെ അകത്ത് പരാതി കൊടുത്തിരുന്നു. അത് ഞാൻ മുമ്പത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്. കോടിയേരി സഖാവിന്റെ കയ്യിലാണ് പരാതി കൊടുത്തത്. പാർട്ടി സെക്രട്ടറിന്റെ മകൻ കയ്യിലുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിയും CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കയ്യിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എന്തും ചെയ്യാൻ പറ്റാന്നുള്ളതല്ലേ. നമസ്കാരം. ഇന്റർവ്യൂവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു ശ്രീ ഷർഷാദ്. അദ്ദേഹം ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസായിയാണ്, മലയാളിയാണ്. എല്ലാത്തിനും ഉപരി മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ പ്രവർത്തിക്കുകയും അതിൽ നിന്നുണ്ടായ ചില മോശം അനുഭവങ്ങൾ കാരണം ജീവിതം തന്നെ മാറിമറിയുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. നമസ്കാരം സർ. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഓരോ ദിവസവും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കൊള്ളരുതായ്മകൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് പലവിധ വ്യക്തികൾ ഏതൊക്കെ തരത്തിൽ അവരുടെ ജീവിതത്തെ ബാധിക്കപ്പെട്ടു എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതേ ഒരു പ്രോസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ താങ്കളും മലയാള സിനിമയിലെ ചില വ്യക്തികൾ, മലയാള സിനിമയെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്നില്ല, ചില വ്യക്തികളുടെ ചില ചെയ്ത്തുകൾ കാരണം ബാധിക്കപ്പെട്ട ഒരാളാണല്ലോ താങ്കൾ. അപ്പോൾ താങ്കൾക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് ആദ്യമേ പറയാനുള്ളത്, അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ എന്താണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പം ഇത്രയും കാലതാമസം എടുത്തിട്ടാണല്ലോ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഈ റിപ്പോർട്ട് ഒരു അഞ്ച് വർഷം മുമ്പ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്റെ ജീവിതത്തിൽ ഇന്നിപ്പം നടന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും നടക്കില്ലായിരുന്നു. കാരണം ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമായിരുന്നു. കാരണം ഇത് മൂടി വെച്ചത് ഇത്രയും 5 വർഷം ഈ കാലതാമസം ഉണ്ടാക്കി ഇത് ഇങ്ങനെ പൊട്ടിക്കകത്ത് വെച്ചതിൽ ഒരു വലിയതാണ് ഞാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ പേരിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഇൻസിഡന്റ് ഒക്കെ ഞാൻ അറിയുകയാണെങ്കിൽ അതിൽ വളരെ കരുതലോട് കൂടിയിട്ട് മാത്രമേ ഞാൻ ഫാമിലിയെ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാകുള്ളായിരുന്നു. കാരണം അവരുടെ മലയാള ഇൻഡസ്ട്രി കംപ്ലീറ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ആയത് കൊണ്ടാണ് ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ നിർബന്ധിതനായത് 2018. മനസ്സിലായി. ഇതിലിപ്പോ താങ്കളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് സാർ മറുനാടിന്റെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതിനു മുൻപ് വിശദമായ ഒരു 3 എപ്പിസോഡുള്ള ഒരു ഇന്റർവ്യൂവിൽ വളരെ എന്താ പറയാ വിശദമായിട്ട് തന്നെ സംസാരിച്ചതാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള ഒരു നട്ട്ഷെൽ ഒന്ന് പറയാമോ സാർ? അല്ല, എനിക്കിതിന്റെ അകത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിശ്വസ്തരായിട്ട് കൂടെ കൂട്ടിയ ഒരാൾ, അതായത് നമ്മുടെ ഇന്നത്തെ ഭരണകക്ഷിയായ CPM-ന്റെ ഒരു ഉന്നത നിലകളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി, ആ വ്യക്തിനെ എന്റെ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ല, ഇന്നത്തെ പാർട്ടി സെക്രട്ടറിന്റെ മകനായിരുന്നു. പാർട്ടി സെക്രട്ടറിയുടെ മകനും ഞാനും തമ്മിലുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. അത് ജസ്റ്റ് ആസ് എ കാഷ്വൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണത്, അല്ലാതെ നമ്മൾ തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് എന്റെ ഫാമിലി 2018 കൊച്ചിയിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടപ്പം പിന്നെ അവര് സിനിമ കൺഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് മമ്മൂട്ടിയായിട്ട് 2016 ഞങ്ങൾ ഉണ്ടയുടെ ലൊക്കേഷൻ വയനാട്ടിൽ വെച്ച് മമ്മൂക്ക തന്നിരിക്കുന്ന ചില കമ്മിറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഫാമിലിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കാരണം എനിക്ക് അതിനകത്ത് അതായത് താങ്കളുടെ വൈഫ് മമ്മൂട്ടി നായകനായ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കളും കുടുംബവും മമ്മൂട്ടിയെ കാണുന്നു. അതായത് താങ്കളും താങ്കളുടെ ഭാര്യയും മമ്മൂട്ടിയെ കാണുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്നു നിങ്ങൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, മലയാള സിനിമയുടെ പ്രവർത്തനം ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചായതുകൊണ്ട് നിങ്ങൾ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് മമ്മൂട്ടി പറയുകയായിരുന്നു, അല്ലയോ സാർ? അതെ. പക്ഷെ മമ്മൂട്ടിനെ അന്നായിരുന്നില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതൊരു മൂന്നോ നാലോ കൂടിക്കാഴ്ചയായിരുന്നു അത്. അതിന്റെ മുമ്പുള്ള കൂടിക്കാഴ്ചകളിൽ നമ്മൾ അവർക്കൊരു ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടില്ല, അതിലേക്ക് എന്നും വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിരിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഉണ്ടയുടെ ലൊക്കേഷനിൽ വെച്ചപ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ആ ലെവലിൽ ആ കപ്പാസിറ്റി വന്നു. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പടം ചെയ്യാനുള്ള ഒരു ധൈര്യം പുള്ളിക്കാരൻ കണ്ടു, അതായത് മമ്മൂക്ക കണ്ടു.
മമ്മൂട്ടി കണ്ടു. അങ്ങനെയാണ് പുള്ളി ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് 2019 നിനക്ക് ഞാൻ ഡേറ്റ് തരാം, 2019 സെക്കൻഡ് ഹാഫിൽ. അപ്പം 2019 അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്കൂളൊക്കെ ഷിഫ്റ്റ് ചെയ്യാം, സ്കൂൾ അഡ്മിഷനുള്ള കാര്യങ്ങളും എന്തുവാണെങ്കിലും നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും കൊച്ചിയിൽ. നിങ്ങൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സംവിധായകയായിട്ട് നിന്റെ പടത്തിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ, അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചില പരിമിതികളുണ്ട്. കാരണം ചെന്നൈയിൽ നിന്നും കൊണ്ട് ഒരു പുതുമുഖ സംവിധായക വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ അസോസിയേഷനും യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള അറിയില്ല. അതുകൊണ്ട് നീ അവിടെ മാറി അവിടെ ഒരു അഡ്രസ് പ്രൂഫും കാര്യങ്ങളെല്ലാം ആക്കിയതിന് ശേഷം നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം യഥാർത്ഥത്തില് അത് അന്ന് നമ്മള് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് അവരുടെ ഓൺ സ്ക്രിപ്റ്റ് ആയിരുന്നു. പുഴുവല്ല സംഭവം, പുഴുവല്ല. അവരെന്നെ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് ഇന്നും സ്ക്രിപ്റ്റ് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങള് ഷിഫ്റ്റ് ആകുന്നത്. അപ്പൊ ഷിഫ്റ്റായി പുള്ളിക്കാരെ അവിടെ അഡ്രസ് പ്രൂഫും കാര്യങ്ങളൊക്കെ ആക്കിയ സമയത്ത് ഒരു അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു അന്ന് ഫിലിം ചാമ്പറിന്റെ പ്രസിഡന്റ്, കേരള ഫിലിം ചാമ്പറിന്റെ പ്രസിഡന്റ്. അപ്പൊ ഇവര് തമ്മിൽ മുമ്പില് ഇപ്പം ഹേമ കമ്മിറ്റികളില് പല ആൾക്കാരും പിന്നെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പോലത്തെ ഒരു പ്രശ്നം ഇവർ തമ്മിൽ, ഈ പ്രൊഡ്യൂസറും ഈ റത്തീനയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവര് ഈ മമ്മൂട്ടിയുടെ പടം അവര് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റത്തീനാൻ അപ്രോച്ച് ചെയ്തപ്പം റത്തീനക്ക് അത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അയാളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, എനിക്ക് വേറെ പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പൊ അതായത് സർ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ആദ്യം താങ്കളുടെ ഭാര്യ ഒരു ചിത്രം നിർമ്മിക്കാനായി സമീപിച്ച പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സംവിധായികയായ താങ്കളുടെ ഭാര്യയോട് അദ്ദേഹം മോശമായി പെരുമാറി, അല്ലെങ്കിൽ ഒരു ദുരനുഭവം ഉണ്ടായി എന്നാണോ പറയുന്നത്? അല്ല, സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സമീപിച്ചതല്ല. മമ്മൂട്ടിയുടെ പടം ചെയ്യണമെന്നുള്ള ധാരണ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മമ്മൂട്ടിന്റെ പല ലൊക്കേഷനുകളിലും ഇവര് പോവാറുണ്ടായിരുന്നു. പല ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഇവര് പോയി ഇരിക്കാറുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്രയും നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പൊ അത് പഠിച്ച് മനസ്സിലാക്കാനും മമ്മൂട്ടി എന്നുള്ള ആ ഒരു നടന്റെ അഭിനയ ശൈലികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവര് സമയം കിട്ടുന്ന പല ലൊക്കേഷനിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൊക്കേഷനിൽ പോയ സമയത്താണ് ഈ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവര് തീർച്ചയായിട്ടും ഈ മമ്മൂട്ടി പടം എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രപ്പോസൽ വന്നപ്പോൾ ഇവര് അത് ഡിനൈ ചെയ്തു. ഇവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അന്നത്തെ ചാമ്പറിന്റെ ആ പവർ ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്തു. ഈ ഇവരുടെ ഈ പ്രപ്പോസൽ, അതായത് കേരളത്തിൽ എന്തോ ഒരു, എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല, ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യണമെങ്കിൽ ഫിലിം ചാമ്പറിൽ പോയിട്ട് എൻഡോഴ്സ്മെന്റ് വാങ്ങണം, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ട്. അപ്പൊ ഈ എൻഡോഴ്സ്മെന്റ് കിട്ടാതെ ഈ പുഴു അനൗൺസ് ചെയ്യാൻ വേണ്ടി നീണ്ടുപോകുന്ന സമയത്താണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നത്, ഈ ഷ്യാം മുഖേന. അതായത് താങ്കളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു വില്ലൻ കഥാപാത്രമായി മാറിയ വിവാദ നിർമ്മാതാവ്. അതെ, നിർമ്മാതാവ് എന്നുള്ളത് നിർമ്മാതാവല്ല പുള്ളി. അന്നേരം പുള്ളി നിർമ്മാതാവ് ആയിട്ടില്ല. അന്നേരം പുള്ളി ഒരു പവർ ബ്രോക്കറാണ്. പവർ ബ്രോക്കർ മനസ്സിലായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അല്ല, പിന്നീട് അപ്പം ഏകദേശം ഒരു 7-8 മാസം ഈ വെച്ചോണ്ടിരുന്ന ഈ ചാമ്പറിൽ ഹോൾഡ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റ് ഈ പുള്ളി ഇൻവോൾവ് ചെയ്തെന്ന് അറിഞ്ഞപ്പം ഉടനെ തന്നെ അത് അപ്രൂവലായി വന്നു. അപ്പൊ പിന്നീടാണ് മനസ്സിലാകുന്നത് പുള്ളിക്ക് ഈ പ്രൊഡ്യൂസർ കൗൺസിലും ഫിലിം ചാമ്പറിലൊക്കെ നല്ല ഹോൾഡ് ഉണ്ട് എന്നുള്ള. അപ്പൊ ഹോൾഡിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫണ്ടുകളും ഇദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാരാണ് സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് അത് ഞാൻ മുമ്പ് ആരോപിച്ച പോലെ തന്നെ പല രീതിയിലുള്ള ഫണ്ടുകൾ, അതായത് ഈ സിനിമാ മേഖലകളിൽ വരുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇന്നും ഇപ്പൊ പല കേസുകളും ഈഡിന്റെ അടക്കം മുമ്പിലുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പുള്ളി ഓക്കെ, അപ്പൊ നമുക്കൊരു ഹെൽപ്പ് ചെയ്തെന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ പുള്ളിയായിട്ട് കൂടുതൽ അടുത്തു. പുള്ളിനെ പരിചയപ്പെടാൻ അതിന്റെ മുമ്പും പുള്ളിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ക്ലോസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രൂപത്തിലാണ് പിന്നെ അവിടുന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നടൻ മമ്മൂട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാം, മമ്മൂട്ടിക്ക് എ ടു സെഡ് കാര്യങ്ങൾ അപ്പം അവര് എന്റെ ഭാര്യ വന്നിട്ട് അവരെ മമ്മൂട്ടിനെ അപ്പപ്പ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
എല്ലാ കാര്യങ്ങളും ഞാനും സാക്ഷിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ കോവിഡും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട്, ഇവിടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഞാൻ കൊച്ചിയിൽ തന്നെയായിരുന്നു. ഇവിടെ നാഷണൽ ഓക്കെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഞാൻ കൊച്ചിയിലോട്ട് പിന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കാരണം പിന്നെ പിന്നീട് അവിടുന്ന് തുടർന്ന് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഓക്കെ തുടർന്ന് ഇദ്ദേഹം രാജേഷ് കൃഷ്ണ എന്ന പ്രൊഡ്യൂസർ പുഴുവിന്റെ ആ ഒരു പ്രോജക്റ്റ് അദ്ദേഹം ഏറ്റെടുക്കുന്നതോടുകൂടി ക്രമേണ താങ്കളുടെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറുകയും താങ്കളെ ആ പ്രോജക്റ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെയാണോ? അങ്ങനെ താങ്കൾ അല്ല പറഞ്ഞതായിട്ടാണ് ഞാൻ ഞാനൊരു മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കലും സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക്. ഞാൻ എന്റേതായ ഓക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. സിനിമയിൽ എനിക്ക് ശരി യാതൊരുവിധ ബന്ധവുമില്ല. എനിക്ക് സിനിമ എന്താണെന്ന്, ഞാൻ സിനിമ കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്നല്ലാതെ സിനിമയിൽ എനിക്ക് യാതൊരുവിധ ഇവരുടെ ഒരു പ്രൊജക്റ്റിലോ കാര്യങ്ങളിലോ ഒന്നിലും എനിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. ഇവരെ സപ്പോർട്ട് താങ്കളുടെ ചെയ്തു. ബിസിനസ് ഇവരുടെ എല്ലാം ചെന്നൈയിലാണ്? ചെന്നൈയിലാണ്. ഓക്കെ സിനിമ പറഞ്ഞോളൂ സർ, ബിസിനസ് പറഞ്ഞോളൂ. എനിക്ക് സിനിമയായിട്ടുള്ള ഒരു ബിസിനസ്സും എനിക്ക് അന്നും ഇല്ല. പക്ഷെ ഞാൻ ഇവരുടെ ശരി കഴിവ് കണ്ടിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 തന്നെ പിന്നെ ഓഗസ്റ്റിൽ പുഴു അനൗൺസ് ഇദ്ദേഹം ഇടപെട്ട ഉടനെ തന്നെ ഇത് പെർമിഷൻ കിട്ടി. അങ്ങനെ പുഴു അനൗൺസ് ചെയ്തു. ആദ്യത്തെ അനൗൺസ്മെന്റിൽ, ആ വീഡിയോ ഉം, ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്, ആദ്യത്തെ അനൗൺസ്മെന്റിൽ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ഒരു അർജുൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ. ശരി പിന്നീട് ശരി അന്നേരമൊന്നും ഈ രാജേഷ് കൃഷ്ണ ചിത്രത്തിലേ ഇല്ല. ഉം, പിന്നീടാണ് ഒരു സുപ്രഭാതത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജേഷ് കൃഷ്ണ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വരുന്നതും ഈ അർജുൻ പുറത്താക്കപ്പെടുന്നതും മമ്മൂട്ടിയുടെ ജോർജിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആ സിനിമ ഏറ്റെടുക്കുന്നതും ഇവനാണ് ഉം. അതിലെ മെയിൻ ഫണ്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത്. അത് അറിഞ്ഞ ഉടനെ അതായത് തന്നെ രാജേഷ് പുഴുവിന്റെ നിർമ്മാണം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ കമ്പനിയിലേക്ക് മാറി. എന്നിരുന്നാൽ പോലും അതിലേക്കുള്ള ഫണ്ട് പൂർണ്ണമായി വന്നിട്ടുള്ളത് രാജേഷ് കൃഷ്ണ എന്ന വിവാദ പ്രൊഡ്യൂസറുടെ അക്കൗണ്ടിൽ നിന്നാണ് അതെ എന്നാണോ അതെ താങ്കൾ അതെ പറഞ്ഞത്? അതെ അതെ. ശരി. അത് ആ മാത്രല്ല വന്ന ഫണ്ടിന് പറയൂ. ഇതില് അർജുൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വെച്ച് പടം അനൗൺസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്ന സമയത്താണ് ഇവർ പെട്ടെന്ന് പ്രൊഡ്യൂസറെ മാറ്റുന്നത്. അപ്പൊ അതില് ഞാൻ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോഴത്തേക്ക് ഞാൻ ഈ ഏകദേശം ഇവര് ഒരു 50% ഇവന്റെ കൺട്രോളിലായിരുന്നു, ഈ ഈ രാജേഷ് കൃഷ്ണൻ. രാജേഷ് കൃഷ്ണയുടെ കൺട്രോൾ. അപ്പൊ എന്റെ വോയിസിന് അവിടെ വാല്യൂ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് വന്നു. അപ്പൊ ഓക്കെ സ്വാഭാവികമായിട്ടും നമ്മളൊരു കുടുംബം എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ, എന്തായാലും തീർച്ചയായിട്ടും. അപ്പൊ മനസ്സിലായി. അങ്ങനെയാണ് അത് പിന്നീട് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ അർജുനെ പുറത്താക്കപ്പെട്ടതാണ്. കാരണം അർജുന്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം എനിക്ക് ഇതിനകത്ത് EP പോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അർജുൻ അത് തരാൻ പറ്റില്ല, എനിക്കൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവശ്യമില്ല. അങ്ങനെയാണ് ഉം. ഇവര് ഒരുമിച്ച് ഈ അർജുനെ മാറ്റുന്നത്. ആ പടത്തുനിന്ന് അർജുനെ അതായത് മാറ്റുന്നു. മമ്മൂട്ടിയും ഈ പറയുന്ന രാജേഷ് കൃഷ്ണൻ ചേർന്നാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. അതെ. ഒരിക്കലും നായകൻ അറിയാതെ മാറില്ലല്ലോ. മമ്മൂട്ടി ഇപ്പൊ ചിത്രത്തിൽ മമ്മൂട്ടി അറിയാതെ ഒരു കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റില്ല. ശരി അപ്പൊ അത് ഓക്കെ അദ്ദേഹത്തിനെ മാറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മറ്റേ ഇന്റർവ്യൂവിൽ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചും കൊണ്ട് മമ്മൂട്ടിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇവര് രണ്ടുപേരും അവതരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിനെ മാറ്റുന്നത് സിനിമയിൽ നിന്ന്. അതിപ്പോ കൂടുതൽ ഞാൻ ശരിക്കും പറയുമ്പോൾ പിന്നെ സമയം നീണ്ടുപോകും. മമ്മൂട്ടി ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ താങ്കൾ വിയോജിക്കുമോ? തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിലും പിന്നീട് ഞാനത് എടുത്തു പറഞ്ഞപ്പോ പുള്ളി തെറ്റ് തിരുത്താൻ തയ്യാറാവണ്ടേ? അതായില്ലല്ലോ. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ അതായത് അങ്ങനെ പ്രൊഡ്യൂസറെ മാറ്റി വീണ്ടും പ്രൊഡ്യൂസർ, അപ്പോഴത്തേക്ക് ഞാൻ ഇവനായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരി പുള്ളിയുടെ പോസ്റ്റർ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞാൻ മമ്മൂക്കക്ക് മെസ്സേജ് അയച്ചു, വാട്സപ്പ് ചെയ്തു. മമ്മൂക്ക ഇങ്ങനെയാണല്ലോ, ഇവൻ ആള് ശരിയല്ല, ഇവനെ നമ്മൾ ഈ അടുത്ത് പരിചയപ്പെട്ടതാണെങ്കിലും ഇവനെ നമുക്കിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ കുടുംബത്തിൽ ഇവൻ കാരണം വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം എനിക്ക് അയച്ച മറുപടി ഇന്നും എന്റെ വാട്സപ്പിൽ ഉണ്ടത്. എന്റെ അറിവിൽ ജോർജ് മാത്രമാണല്ലോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ പോസ്റ്റർ അവര് അനൗൺസ് ചെയ്ത പോസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മമ്മൂക്കാക്ക് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി ഇട്ടു. ഈ അന്വേഷിക്കൽ തന്നെയാണ് ഇന്നും. അതിന്റെ മുകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം പുള്ളി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തെങ്കിലും അത് അവനെ മാറ്റാൻ തയ്യാറാവണ്ടേ, അവനെ പറ്റി അന്വേഷിക്കണ്ടേ? മനസ്സിലായി. അതായത് താങ്കളുടെ എന്തുകൊണ്ട് പോയിന്റ് ക്ലിയർ ചെയ്തില്ല? ആണ്. അത് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന നടന് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു വിവേചനാധികാരത്തിന്റെ അല്ലെങ്കിൽ അതൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തൊരു കാര്യമായിരിക്കാം. അതിനെ നമുക്ക് മാറ്റി നിർത്താം. തുടർന്ന് അങ്ങോട്ട് പുഴു എന്ന പ്രൊജക്ട് കൊണ്ടുപോകുന്നത് താങ്കൾ ഈ പറയുന്ന വിവാദ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഈ ഒരു പ്രൊജക്ടുമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ താങ്കളുടെ കുടുംബജീവിതം എങ്ങനെ തകിടം മറിഞ്ഞു?
അല്ല, അത് ഞാൻ വളരെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതായത് ഇവരെ കംപ്ലീറ്റ് അപ്പോഴത്തേക്ക് ഏകദേശം കംപ്ലീറ്റ് ഇവരുടെ കൺട്രോൾ അവന്റെ കയ്യിൽ വന്നെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പോലീസ് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഇവർ ഉടനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ചില സാഹചര്യങ്ങൾ, അതെനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ചില സാഹചര്യങ്ങളിൽ എനിക്ക് വളരെ ഒരു പിന്നെ എന്താ പറയുക, ഒരു ഭർത്താവും ഇഷ്ടപ്പെടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് വരെ എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഇവര് കൊണ്ടുപോയിട്ട് ഈ MC പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പൊ MC പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂക്കയാണ് അഡ്വക്കേറ്റിനെ റെഫർ ചെയ്യുന്നത്. അത് ആ അഡ്വക്കേറ്റ് കോടതിയിലടക്കം വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മള് ഇത്രയും അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം കുടുംബത്തിനെ ഷിഫ്റ്റ് ചെയ്തു എല്ലാം ചെയ്തു കൊടുത്തിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രീന്റെ അകത്തുള്ള കുടുംബ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ആള് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിനെ പറ്റി പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗവും കേൾക്കാതെ, അല്ലെങ്കിൽ അവനൊരു ഫ്രോഡാണ് എന്നുള്ളത് മറ്റു പല രീതിയിലുള്ള വാർത്തകൾ അപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവന്റെ കൂടെ നിന്നിട്ട് ഒരു കുടുംബത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റിനെ റെഫർ ചെയ്യാണോ ചെയ്യേണ്ടത്? അതായത് ഇപ്പോ മലയാള സിനിമയിൽ ഉയരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത്, പല താരങ്ങളെ കുറിച്ചും ആക്ഷേപങ്ങളും വ്യക്തിഹത്യയൊക്കെ വരുമ്പോഴും മമ്മൂട്ടി ഒരു ക്ലീൻ ജെന്റിൽമാൻ ആണ് എന്നാണ് പൊതുവെ പറയുന്നത്. വ്യക്തിപരമായി ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ താങ്കൾ പറയുന്ന, അല്ലെങ്കിൽ താങ്കളുടെ വാക്കുകൾ കടംകൊള്ളുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഈ പറയുന്നത് പോലെ ജെനുവിൻ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അത്ര മാന്യനല്ല എന്ന് വേണമെങ്കിലും പറയാം. അതാണോ താങ്കളുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അതെ, മമ്മൂട്ടി ജെന്യൂൻ ആയിരിക്കാം. എനിക്ക് അതിനകത്ത് ഞാൻ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല. കാരണം കഴിഞ്ഞ എന്റെ ഇന്റർവ്യൂ എന്നെ ഒരുപാട് വർഗീയവൽക്കരിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളായതാണ്. മമ്മൂട്ടി എന്നുള്ള ആളുടെ പേഴ്സണൽ എന്താണ് എന്നുള്ളത് അത് ഞാൻ ഇത് ഇവിടെ പറയാൻ തയ്യാറല്ല. അതെന്താണെന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി ഇപ്പം എന്റെ കയ്യിൽ അങ്ങനെ പറയാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ ഇപ്പം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പഠിച്ച് കൂടുതൽ അതിന്റെ കാര്യങ്ങൾ എവിഡൻസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ചിലപ്പം എന്റെ പുസ്തകത്തിൽ ചിലപ്പം കാണും. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, അതിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കാം അപ്പോഴത്തേക്ക് കൂടുതൽ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോഴത്തെ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, പുള്ളി എന്തിനിത് ചെയ്തു? എന്റെ മുമ്പിലുള്ള ആ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ ചോദ്യം മമ്മൂട്ടി എന്നോട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നതാണ് താങ്കളുടെ ചോദ്യം. എന്തിന് ഈ കൊള്ളരുതായ്മയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കുടുംബം തകരാൻ വേണ്ടി കൂട്ടം നിന്നു എന്നുള്ളതാണ്. കാരണം അത് വളരെ വ്യക്തമായ എവിഡൻസ് ഉണ്ട്. കാരണം കോടതിയിലടക്കം അഡ്വക്കേറ്റ്, അദ്ദേഹം റെഫർ ചെയ്ത അഡ്വക്കേറ്റ് ആണെന്നുള്ളത് ആ അഡ്വക്കേറ്റ് തന്നെ വന്ന് സമ്മതിച്ചിട്ടുണ്ട്. കാരണം കോടതിയിൽ MC പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് വർഷങ്ങളായിട്ടും എവിഡൻസ് ഒന്നും ഫയൽ ചെയ്യാത്തത് കൊണ്ട് ജഡ്ജി ഒരു ദിവസം കുറച്ച് സംസാരിച്ച സമയത്ത് ഈ സ്ത്രീ എടുത്ത് പറഞ്ഞു, ഞാൻ മമ്മൂക്ക റെഫർ ചെയ്തുകൊണ്ട് എടുത്ത കേസാണ് സാർ, എനിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മമ്മൂക്ക റെഫർ ചെയ്ത അഡ്വക്കേറ്റ് ആണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, തകരാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ അടുത്ത് എനിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന പുള്ളിയുടെ പ്രഷറോ ഭീഷണിയോ ചിലപ്പോൾ പോയി കാണും. കാരണം ഈ അടുത്ത് വരെ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ഇന്റർവ്യൂ നടന്നിട്ട് വരും. മെനഞ്ഞാന്ന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ രാജേഷ് കൃഷ്ണയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അദ്ദേഹത്തോടൊപ്പം. അപ്പം ഭീഷണിപ്പെടുത്തി, അതായത് മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ അതാണോ ഉദ്ദേശിക്കുന്നത്? മമ്മൂട്ടിയോടൊപ്പം പിന്നെ മമ്മൂട്ടി എല്ലാവരും 2 ഫോട്ടോസ് ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഒപ്പം, മോഹൻലാലിന്റെ ഒപ്പം, അതേപോലെ മിനിസ്റ്റർ MP രാജേഷ്. അത് ഇവിടെ ഈ അടുത്ത് നടന്ന എന്തോ ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോ ആണത്. ഓക്കെ, ഞാൻ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പൊ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഒരു ആവശ്യം ചോദിച്ചപ്പോൾ ഒരു വക്കീലിനെ സജസ്റ്റ് ചെയ്തതായിരിക്കാം. കാരണം അദ്ദേഹം ഒരു വക്കീലാണല്ലോ. ആ രീതിയിൽ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ മമ്മൂട്ടിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായേക്കാം. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല. ആ ഒരു വിഷയത്തെ മാറ്റി നിർത്തുക. താങ്കളുടെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി എന്ന് പറയുന്ന ഈ വിവാദ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിനെതിരെ താങ്കൾ CPM ഒരു പരാതി കൊടുത്തിരുന്നതായി കേൾക്കുന്നു. ആ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അതിന്റെ അവസ്ഥ? അല്ല, അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. അഡ്വക്കേറ്റിനെ റെഫർ ചെയ്തെന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. ഇതൊരു നോർമൽ കേസല്ല, ഒരു കുടുംബം തകരാനുള്ള ഒരു കേസാണ്. സാധാരണ ഒരു കേസ് നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ റെഫർ ചെയ്യാന്ന് പറയുന്നത് ഇതൊരു ഹെൽപ്പാണ്. മറ്റേത് നമുക്ക് ഒരിക്കലും നിങ്ങൾ പറഞ്ഞ പോലെ ഹെൽപ്പായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഒരു MC പെറ്റീഷന് ഒരു അഡ്വക്കേറ്റിനെ റെഫർ ചെയ്യുന്ന മുമ്പ് 2 ഭാഗവും പഠിക്കണം. അല്ലെങ്കിൽ ഇത്രയും 1-to-1 ഇത്ര 2016 മുതൽ ഞാൻ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്ത് ഒരു വാക്ക് അതിനെപ്പറ്റി ചോദിക്കായിരുന്നു. അത് എന്തുകൊണ്ട് ചെയ്യില്ല? അപ്പൊ അതൊക്കെയാണ് എന്റെ മുമ്പിലുള്ള സംശയം. കാരണം ഈ രാജേഷ് കൃഷ്ണ മാത്രമാണോ ഭീഷണിപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിനെ?
അല്ലെങ്കിൽ ഉം. ഈ ഇവര് തമ്മിലുള്ള വേറെ മറ്റ് പല കണക്ഷൻസ് വല്ലതുണ്ടോ? ഇതൊക്കെയാണ് എന്നെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇത് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ സംശയങ്ങളാണ്. സംശയങ്ങളാണ്. അതായത് സംശയങ്ങൾ ഇക്കാര്യം ഒബ്വിയസ്ലി ഇക്കാര്യം ഉണ്ടാവുമല്ലോ. കാരണം സംശയങ്ങൾ ഇന്നത്തെ ഈ നിലവരെ പുള്ളി ഇതിനെ പറ്റിയിട്ട് ഒരു നിഷേധ ഇതോ അല്ലെങ്കിൽ ഈ ഇത്രയും വലിയൊരു ഇന്റർവ്യൂ നടന്നിട്ട് ഇത്രയും അതൊരു ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ടും പുള്ളി ഇന്ന് വരെ ഒരു കാര്യം അതിനെപ്പറ്റി വാ തുറന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം എപ്പോഴും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നതെങ്കിലോ? അല്ല, കരുതുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ ഇതൊരു കുടുംബം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബം തകരുന്ന ഒരു വിഷയമാണിത്. അപ്പൊ അതിനകത്ത് മനസ്സിലായി. അദ്ദേഹത്തിന് അങ്ങനെ മൗനം പാലിക്കാൻ പറ്റില്ല. എത്ര കാലം നിങ്ങൾക്ക് മൗനം പാലിക്കാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ അതിനുള്ള ആ ഒരു ഇതില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ മനസ്സിലായി നാളെ സർ. അദ്ദേഹം അത് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. സാറിന്റെ പോയിന്റ് ക്ലിയർ ആണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കംപ്ലീറ്റ് അതെ, ആയിട്ടുണ്ടായിരുന്നില്ല. ഈ വരുന്ന പ്രൊഡ്യൂസർക്കെതിരെ പരാതി കൊടുത്തിരുന്നു. ആ പരാതി എന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നു? CPM-ന്റെ അകത്ത് പരാതി കൊടുത്തിരുന്നു. അത് ഞാൻ മുമ്പത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്. കോടിയേരി സഖാവിന്റെ കയ്യിലാണ് പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നു. ഇവനെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ മുമ്പത്തെ ഇതിൽ പറഞ്ഞതാണ്. കോടിയേരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്തിരുന്നു. MA ബേബി അടക്കം ഇടപെട്ടു. എന്നെ പാർട്ടി കോൺഗ്രസിൽ വിളിച്ചു വരുത്തി. അവിടുന്ന് ചർച്ച എന്നെ പറ്റി എന്റെ ഭാഗം കേട്ടു. പിന്നെ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട്, പല നേതാക്കന്മാരും എന്നെ വിളിച്ചിട്ട് ഇവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അന്ന് MP രാജേഷ് സ്പീക്കറായിരുന്നു, ഞാൻ നിയമസഭയിൽ പോയിട്ട് MP രാജേഷിനെ കണ്ടിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ പോയിട്ട് ഇവനെ കുറച്ചു കാലം മാറ്റി നിർത്തപ്പെട്ട് അതിനുശേഷമാണ് കോടിയേരിക്ക് അസുഖം വരുന്നതും അദ്ദേഹം മരണപ്പെടുന്നതും പിന്നെ മാഷ് സെക്രട്ടറി ആവുന്നതും. മാഷ് സെക്രട്ടറി ആയപ്പോൾ പൂർവാധിക ശക്തിയോടുകൂടിയിട്ട് പിന്നെ ഗോവിന്ദ മാഷ് പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതാണ്. ഇപ്പോൾ പുറത്തായ വിവാദ നായകനായി നിൽക്കുന്ന ശ്രീ രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ ചീഫ് അസോസിയേറ്റായി പ്രവർത്തിക്കുന്നത് താങ്കൾ നേരത്തെ പരാതി നൽകിയ നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന്റെ മകനാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ കേൾക്കുന്നു. ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അതായത് താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊടുത്ത പരാതി CPM അഡ്രസ് ചെയ്യപ്പെടാതിരിക്കുന്നതിന് പിന്നിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ രഞ്ജിത്തുമായി ഉള്ള ബന്ധം, അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയുമായി ഉള്ള ബന്ധം, അത് ഏതെങ്കിലും തരത്തിൽ താങ്കൾക്ക് ദോഷകരമായി ബാധിച്ചതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, രഞ്ജിത്ത് അതായത് ഗോവിന്ദ മാഷിന്റെ മകൻ ശ്യാം എന്ന് പറയുന്ന ആള് രഞ്ജിത്തിന്റെ അടുത്ത് ജോലി ചെയ്യാണ് എന്നുള്ള ഒരു ഇത് ഒഴിച്ചിട്ട് വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളോ അറിയില്ല. അത് സിനിമാ മേഖല റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാവുമ്പോൾ അഫ്കോഴ്സ് അവന്റെ ബോസാണ് രഞ്ജിത്ത്, ചീഫ് അസോസിയേറ്റ് ആണ്. പല പടങ്ങൾ അവർ തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു ഇതിൽ കാണാന്നല്ലാതെ എനിക്ക് അതിനെ പറ്റിയിട്ട് വേറെ, ചിലപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം ഈ രഞ്ജിത്തിന് ഈ പദവിയൊക്കെ കിട്ടിയതെന്നൊക്കെ നമുക്ക് ഊഹിക്കാം. അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ഈ രാജേഷ് കൃഷ്ണയായിട്ട് ഈ ശ്യാംജിത്തിന് പല സാമ്പത്തിക ഇടപാടുകളും പല കാരണങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ശ്യാംജിത്താണല്ലോ എനിക്ക് ഈ രാജേഷ് കൃഷ്ണനെ പരിചയപ്പെടുത്തുന്നത്, മനസ്സിലായില്ലേ? ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് 2018 ജനുവരിയിൽ ഡൽഹിയിലെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പാസിന്. അപ്പം അന്ന് എത്രമാത്രം ഗൗരവത്തിലാണ് പിന്നെ അന്നത്തെ PK ബിജു MP ഒക്കെ എന്നെ വന്ന് എന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചതെന്ന് ഞാൻ മുമ്പത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവര് തമ്മിൽ നല്ല രീതിയിൽ സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് അത് എനിക്ക് വളരെ ഉറച്ച് പറയാൻ പറ്റും. കാരണം താങ്കൾ തന്നെ ഈ സാമ്പത്തിക ഇടപാടിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. താങ്കൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു, അതായത് ശ്രീ ശ്യാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവാസി വ്യവസായി അല്ലെങ്കിൽ ഒരു വ്യവസായി, ആ വ്യവസായിയുടെ എന്തോ ഒരു പണവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ താങ്കൾ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും താങ്കൾ ഈ പറയുന്ന അധോലോക സംഘം അല്ലെങ്കിൽ ഈ പറയുന്ന അവിഹിത ഇടപാടുകളുടെയൊക്കെ ഭാഗമായി തന്നെ താങ്കളും നിലകൊണ്ടു എന്ന് സംശയിക്കേണ്ടി വരില്ലേ? അല്ല, അവിഹിത ഇടപെടലല്ലോ. എന്നെ അറിയുന്ന ഒരാള്, ഞാൻ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് അയാൾ എന്റെ അടുത്ത് പറയുന്നത്, അതായത് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറ്റിയിട്ടുണ്ട്, അതൊന്ന് തീർക്കണം, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ബന്ധപ്പെടുന്നത്. അതിൽ അതോലൊക്കെ എവിടെയാ വരുന്നത്? നമ്മളിപ്പോ നാട്ടില് നമ്മളിപ്പോ അറിയുന്ന ആൾക്കാരുകൾ പലതും സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ അതിൽ ഇടപെടുമാണ് ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ ഡീലാണ് ഇവൻ ഇദ്ദേഹത്തെ പറ്റിച്ചിരിക്കാന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ആ ഒരു മധ്യസ്ഥത്തിന് ഈ രാജേഷ് കൃഷ്ണ വരുന്നത്. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ താങ്കളുടെ സഹായം തേടുകയായിരുന്നു. സുഹൃത്ത് മാത്രല്ല, അയാൾ എനിക്കൊരു എന്റെ ജീവിതത്തിലൊരു ഒരു പല കാര്യങ്ങളും ഞാൻ ഉള്ള ഒരു വ്യക്തിയാണ്. അതെനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു നമ്മൾ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മള് എന്താണ് ശ്യാമ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴാണ്
പുള്ളി ആകെ വെപ്രാളായി. അപ്പം ഞാൻ അറിഞ്ഞു എന്നുള്ള ഒരു ഇതിലേക്ക് വന്ന് അങ്ങനെയാണ് അതൊരു വലിയ സിറ്റിംഗിലേക്ക് പോകുന്നത്. അത് അവിടെയാണ് ഈ രാജേഷ് മീഡിയേറ്റർ ആയിട്ട് വരുന്നത്. ഈ ഒരു വിഷയം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുരുളഴിക്കുകയാണെന്നുണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ശ്യാം, അതായത് നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ശ്യാം, അദ്ദേഹം ഒരു വ്യവസായിയുമായി, അതായത് താങ്കളുടെ സുഹൃത്തായ ഒരു വ്യവസായിയുമായി എന്തോ ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്നു, എന്തിന്റെയോ പേരിൽ കുറച്ച് കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു. പക്ഷേ ആ എന്തിന്റെയോ പേരിൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം പൂർത്തീകരിക്കുന്നില്ല. കാശ് തിരികെ വ്യവസായി ആവശ്യപ്പെടുന്നു. ശ്യാമിന് അത് തിരികെ കൊടുക്കാൻ സാധിക്കുന്നില്ല. ദെൻ തുടർന്ന് നടന്ന ചർച്ചയിൽ താങ്കൾ ഒരു മീഡിയേറ്ററായി ആ വ്യവസായിക്ക് വേണ്ടി ശ്യാമുമായി സംസാരിക്കാൻ എത്തുന്നു. അന്നേരം ശ്യാമിന്റെ ഒരു മീഡിയേറ്ററായിട്ട് വന്ന ആളാണ് താങ്കൾ ഈ നേരത്തെ പറഞ്ഞ വിവാദ പ്രൊഡ്യൂസർ ആയിട്ടുള്ള രാജേഷ് കൃഷ്ണ. ശരിയല്ലേ? അതെ. പക്ഷെ അന്ന് മാഷ് സെക്രട്ടറി അല്ല, കോടിയേരിയാണ് സെക്രട്ടറി. ചിലപ്പോ ഒരുപക്ഷെ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. മകൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അറിയണമെന്നില്ല. ചിലപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്നുള്ള രീതിയിലും ആയിരിക്കില്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ഇടപാടുകളായിരിക്കാം. പക്ഷേ അതിൽ ഗൗരവമായ ഒരു കാര്യം, താങ്കളുടെ ആ ചർച്ചയിൽ അന്നൊരു IPS ഓഫീസറും മീഡിയേറ്ററുടെ ഒരു റോൾ വന്നിരുന്നതായി പറയുന്നു. അത് ശരിക്കും ഗൗരവമുള്ള ഒരു കാര്യമല്ല. കാരണം ഇത്തരത്തിലുള്ള സിനിമയുടെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഗൗരവമായി വരികയും ചില ആക്ഷേപങ്ങൾ അതിശക്തമായി ഉന്നയിക്കപ്പെടുകയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു IPS ഓഫീസർ ഇത്തരത്തിലുള്ള സിനിമയ്ക്ക് പിന്നിലുള്ള ഈ പറയുന്ന അവിഹിതമായ ചില സാമ്പത്തിക ഇടപാടുകളിലോ കൊടുക്കൽ വാങ്ങലുകളിലോ ഒക്കെ ഇടപെട്ട അത്തരം വ്യക്തികളുമായി ഈ IPS ഓഫീസർ പോലും വ്യക്തിപരമായി ബന്ധം പുലർത്തുന്നു എന്ന് പറയുമ്പോൾ അത് സംതിങ് സീരിയസ് അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും. IPS ഓഫീസർ അന്ന് ഒരു ഉയർന്ന പദവി വഹിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ടായിരുന്നു സംസാരിച്ചത്. പക്ഷെ എനിക്കത് കൂടുതൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ IPS റാങ്കിലുള്ള ഓഫീസറാണ്. ഇന്ന് പുള്ളി കേരളത്തിൽ ഇല്ലെങ്കിലും പോലീസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എന്റെ തലയിലോട്ട് വലിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളി പക്ഷെ ഇന്നിപ്പം കേരള സർവീസിലില്ല, ഡെപ്യൂട്ടേഷനിലാണ്. പിന്നെ എനിക്കത് പേരും കാര്യങ്ങളൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പുള്ളി അന്ന് അറിയപ്പെടുന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളിൽ പുള്ളി ഇടപെട്ടത്. താങ്കളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന നിർണായകമായ കുറെ പവർ പോയിന്റ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിർണായകമായ ചാലക ശക്തികളായിട്ടുള്ള ആൾക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, ഈവൻ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, അദ്ദേഹവുമായി പോലും വ്യക്തിബന്ധമുള്ള ഒരാളാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. അദ്ദേഹം ഈ പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹവുമായിട്ടും അല്ലെങ്കിൽ CPMന്റെ പല ഉന്നത നേതാക്കന്മാരുമായിട്ടും സിനിമയിൽ പ്രവർത്തിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അത് വ്യക്തിബന്ധങ്ങളായി കണ്ടാൽ മതി. അതേസമയം സിനിമാ മേഖലയിൽ കുറേയധികം കൊള്ളരുതായ്മകൾ പുറത്തു വരുന്നു, കുറെ ആൾക്കാർക്കെതിരെ പരാതികൾ വരുന്നു, ബിംബങ്ങൾ തകർന്നു വീഴുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷണവും മറ്റു നടപടിക്രമങ്ങളും സ്വാഭാവികമായി ഉണ്ടായേ പറ്റും, അത് മാറ്റി നിർത്താൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നടന്മാർക്കെതിരെ അല്ലെങ്കിൽ സംവിധായകർക്കെതിരെ നിലകൊണ്ടിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനകത്ത് രാജേഷ് കൃഷ്ണയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ശ്യാമിനെക്കാട്ടിയും പുള്ളിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അത്ര വലിയൊരു ആള് ഇന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണെന്നുള്ളത് ഞാൻ പേര് പറയേണ്ടില്ലല്ലോ, എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും പേര് സ്വാഭാവികമായിട്ടും പേരുണ്ട്. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിന്റെ, അതായത് ഒരു ദിവസത്തില് ഒന്നിൽ കൂടുതൽ സമയങ്ങള് ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ അത്രയും ഇവര് തമ്മിൽ ബന്ധം. ശ്യാം എന്നുള്ളത് ഓക്കെ, പാർട്ടി സെക്രട്ടറിന്റെ മകൻ, അവൻ ചിലപ്പം അവന്റേതായ വളർച്ചയ്ക്ക് വേണ്ടി, കാരണം ഗോവിന്ദ മാഷൊന്നും അതിരുവിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. കാരണം നമുക്കറിയാം, ഞാനൊരു പാർട്ടി മെമ്പറൊക്കെ ആയിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഗോവിന്ദ മാഷിന്റെ പാർട്ടി ക്ലാസ് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ പണ്ട് കാലത്ത്. മാഷിന്റെ സ്വഭാവ ശൈലി വെച്ചിട്ട് മകൻ അങ്ങനെ ഒരു ഹെൽപ്പോ സപ്പോർട്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആളല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ രാജേഷ് കൃഷ്ണ പോലെയുള്ള ആൾക്കാർ അവൻ കൂട്ടുപിടിച്ചിട്ട് ചിലപ്പോൾ സിനിമാ മേഖലയിലൊക്കെ ചിലപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കാം, ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള. അതൊരു വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ മേ ബി അവനക്ക് കാശിന്റെ ആവശ്യത്തിന് ചിലപ്പം ഈ വ്യവസായിനെ പറ്റിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളതും അതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ്മെന്റ് എന്നുള്ളത് അവനാ പറയണ്ടേ. കാരണം അവൻ ചിലപ്പോൾ ഒരു മീഡിയേറ്റർ ആയിരിക്കാം, വായിച്ചിട്ട് വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അവനക്ക് അതിനകത്ത് ചിലപ്പോൾ തുച്ഛമായ എന്തെങ്കിലും ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഓക്കെ. പക്ഷേ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇങ്ങനെയുള്ള ഒരാളുടെ വളരെ അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ, അവരുടെ സുഹൃത്തുക്കളിൽ ഒരാളായ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പോലെ നീതി
ഏത് അർത്ഥത്തിൽ നീതി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അവര് ഇതേപോലെ തന്നെ പല ആൾക്കാർക്കും അവരുടേതായ കണക്ഷൻസ് ഉണ്ടാവുക. അപ്പൊ ആ കണക്ഷൻസ് അവർ യൂസ് ചെയ്തിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കില്ലേ? സ്വാഭാവികമായിട്ട് ഇരകൾക്ക് നീതി ലഭിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ പറ്റി കഴിഞ്ഞ ആഴ്ച പോലും 2 ആഴ്ച മുമ്പ് പോലും CPM-ന്റെ ഒരു പഴയ അറിയപ്പെടുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുണ്ടായിരുന്ന ഒരാള് പോലും അയാള് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോലും അയാൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കണ്ണൂർകാരനാണ് അദ്ദേഹം. അയാളുടെ കുടുംബത്തിൽ ഇയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള ഇത്രയും വലിയൊരു പോസ്റ്റിലൊക്കെ ഇരുത്താന്ന് പറയുമ്പോൾ അതൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയല്ല അത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നീതി പ്രതീക്ഷിക്കുക? ശരിക്കും മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ CPM-ലെ ചില നേതാക്കന്മാർ അവർക്ക് ഒത്താശ പാടുന്നു. ആ ഒരു ഭാഗം അവിടെ നിൽക്കുമ്പോഴും ശ്യാമിനെ പോലുള്ളവരെ മാറ്റി നിർത്തുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ ഒന്നാമനായി നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തെയാണ് സൂക്ഷിക്കേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നത്. ശരിയല്ലേ? തീർച്ചയായും ശ്യാമിനെ മാറ്റി നിർത്താന്ന് ഞാൻ പറയുന്നില്ല. ശ്യാമിന് ശ്യാമിന്റെ ചില അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ വിഷയം മാറ്റി നിർത്തുക. അദ്ദേഹം അച്ഛൻ പാർട്ടി സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. അപ്പൊ പാർട്ടിന്റെ അകത്തുനിന്ന് ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഒരു കേഡർ പാർട്ടിയാണ്. ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രം കയ്യിലുണ്ടായതിനെ കൊണ്ട് ചിലപ്പോൾ ഒരു കാര്യം നേടണമെന്നില്ല. കാരണം പാർട്ടിയുടെ അറിവോട് കൂടിയിട്ടും ചില സംഗതികൾ ചെയ്യേണ്ടി വരും. അപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ മകനും കയ്യിലുണ്ട്, പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കയ്യിലുണ്ട്, പാർട്ടി സെക്രട്ടറിന്റെ മകൻ കയ്യിലുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിയും CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കയ്യിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എന്തും ചെയ്യാൻ പറ്റാന്നുള്ളതല്ല. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് പുള്ളിക്കെതിരെ ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിപ്പോ ഇന്ററിം ഓർഡർ ആയിട്ട് ഇപ്പൊ അടുത്ത നാളെ അത് വീണ്ടും വരുന്നുണ്ട് ഹിയറിംഗിന്. ഓക്കെ, താങ്കൾ പറയുന്നത് രാജേഷ് കൃഷ്ണ എന്ന പ്രൊഡ്യൂസറെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. രാജേഷ് കൃഷ്ണനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഈ മെനഞ്ഞാന്ന് പോലും സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുകയാണ്. ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പൊ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ച് ഇത്രയും വാർത്തകൾ വന്നു, ഞാൻ ഇത്രയും പരാതികൾ കൊടുത്തു. എന്റെ പരാതികൾ ഇവരിപ്പോ ഒരു കമ്മിറ്റി ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു പോലീസ് ടീമിനെ. ഞാൻ ഇന്നലെ അവർക്ക് എന്റെ പഴയ കംപ്ലൈന്റുകളൊക്കെ മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്റെ ഈ രാജേഷ് കൃഷ്ണക്കെതിരെ കൊടുത്ത 2 പരാതികൾ എനിക്ക് FIR ആവാതെ കിടക്കുകയാണ്. ഞാൻ ഇന്നലെ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടിവിയിൽ ഞാൻ മെയിൽ ID കണ്ടു, ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഏതായാലും താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പൊ ഈ വരും ദിവസങ്ങളിൽ ഇപ്പം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല വിഗ്രഹങ്ങളും ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും അന്വേഷണം ഉറപ്പാണ്. ആരൊക്കെ എന്തൊക്കെ അട്ടിമറി ശ്രമം നടത്തിയാലും പേരിനായാൽ പോലും ഒരു FIR ഇട്ടേ പറ്റത്തുള്ളൂ, അന്വേഷണം മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അന്നേരം താങ്കൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ കൊടുത്ത പരാതികൾ, സിനിമാ മേഖലയിലെ ചില പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താങ്കൾ നടത്തുന്ന ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് താങ്കൾ കൊടുത്ത പരാതികൾ, അതെല്ലാം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരള പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. വരുന്ന മുറയ്ക്ക് നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് വീണ്ടും ചർച്ച ചെയ്യാം. നന്ദി സർ.